വാക്കുകളിലൂടെയല്ല, നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന എന്തെങ്കിലും വഴിയിലൂടെയാണോ അവൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയണമെങ്കിൽ ഈ വ്യായാമം എല്ലാം മാറ്റും. നിങ്ങൾക്ക് ബാഹ്യ അടയാളങ്ങൾ ആവശ്യമില്ല. നിങ്ങളുടെ കഥ കണ്ടോ അതോ നിങ്ങളുടെ അവസാന സന്ദേശം വായിച്ചോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ടത് ഒരു മിനിറ്റ് മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ തന്നെയാണ്. തീവ്രമായ വികാരവുമായി കൂടിച്ചേർന്ന ഒരു ചിന്ത മറ്റൊരാളുടെ അബോധാവസ്ഥയെ ദൂരെയാണെങ്കിലും സ്വാധീനിക്കുമെന്ന് കാൾ ജങ് പറഞ്ഞു. നിങ്ങൾ അത് ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ, എന്തുകൊണ്ടെന്ന് അവൻ അറിയില്ലെങ്കിലും അവന്റെ ശരീരം പ്രതികരിക്കുന്നു. നിങ്ങൾക്കത് അനുഭവപ്പെടുന്നു. ഇത് നിർദ്ദേശമല്ല, ബന്ധമാണ്. അതെങ്ങനെ നയിക്കണമെന്ന് നിങ്ങൾക്കറിയുമ്പോൾ നിങ്ങൾ ആരെയും പിന്തുടരേണ്ടതില്ല. ഈ വീഡിയോയിൽ ശക്തമായ 33 സെക്കൻഡ് പരിശീലനത്തിലൂടെ ഞാൻ നിങ്ങളെ പടിപടിയായി നയിക്കും. നിങ്ങളുടെ ഊർജത്തെ അവന്റെ ഊർജവുമായി എങ്ങനെ സമന്വയിപ്പിക്കാം, അവന്റെ ഉപബോധ മനസ്സിലേക്ക് പ്രവേശിക്കുന്ന ഒരു വൈകാരിക ചിത്രം എങ്ങനെ സജീവമാക്കാം, നിങ്ങളുടെ ശരീരം ഓർമ്മിക്കുന്ന ഒരാംഗ്യത്തിലൂടെ ആ ബന്ധം എങ്ങനെ മുദ്രയിടാം എന്നിവ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വീണ്ടും കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുമ്പോഴെല്ലാം നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാവുന്ന ഒന്ന്. ഇല്ല, അവൻ അതിൽ വിശ്വസിക്കേണ്ടതില്ല. അവൻ മനുഷ്യനായിരിക്കണം. അവസാനം വരെ എന്നോടൊപ്പം നിൽക്കൂ, കാരണം 90% കേസുകളിലും ഈ പ്രക്രിയയെ തടയുന്ന ഏറ്റവും സാധാരണമായ തെറ്റ് ഞാൻ വെളിപ്പെടുത്താം. അവൻ നിങ്ങളെ പിന്തുടരാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാം ഇപ്പോൾ ആരംഭിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതിനകം അവനെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കാൻ ശ്രമിച്ചിരിക്കാം. നിങ്ങൾ ദൃശ്യവൽക്കരിച്ചു, ധ്യാനിച്ചു, ആവർത്തിച്ചുള്ള സ്ഥിരീകരണങ്ങൾ ചെയ്തു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. സന്ദേശങ്ങളില്ല, അടയാളങ്ങളില്ല, നിശബ്ദത മാത്രം. എന്നിട്ട് നിങ്ങൾ സ്വയം ചോദിച്ചു, ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്യുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ മിക്ക സ്ത്രീകളും ഒരു കാര്യമൊഴികെ എല്ലാം ശരിയായി ചെയ്യുന്നു. അവർ അത് ചെയ്യുമ്പോൾ ഉള്ള വൈകാരികാവസ്ഥ, അതാണ് അദൃശ്യമായ ബ്ലോക്ക്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതല്ല, നിങ്ങൾ അത് എവിടെ നിന്ന് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ്. ഏത് വികാരത്തിൽ നിന്ന്, ഏത് വൈബ്രേഷനിൽ നിന്ന്? ഭയത്തിൽ നിന്നും അഭാവത്തിൽ നിന്നും നിങ്ങൾ അവനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു പ്രതികരണത്തിനായി തീവ്രമായി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഊർജ്ജമണ്ഡലം ആഗ്രഹം പകരുന്നില്ല, അത് അഭാവത്തെ പകരുന്നു. നിങ്ങൾ പകരുന്നത് തിരികെ നൽകുന്നു. അത് ശൂന്യതയിലേക്ക് എനിക്കില്ല, എനിക്കില്ല എന്ന് വിളിച്ചു പറയുന്നത് പോലെയാണ്. ശൂന്യത നീ പറഞ്ഞത് ശരിയാണ് എന്ന് ഉത്തരം നൽകുന്നു. നിങ്ങൾ പുറത്തുവിടുന്നത് കൃത്യമായി അത് തിരികെ അയക്കുന്നു. ഉത്കണ്ഠ, സംശയം അല്ലെങ്കിൽ ആവശ്യം എന്നിവയോടെ ചെയ്താൽ എല്ലാ സാങ്കേതികതയെയും ഉപയോഗശൂന്യമാക്കുന്നത് അതാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ എല്ലാം പറയുന്നു. മറ്റേയാൾക്ക് അത് അനുഭവിക്കേണ്ടത് അബോധാവസ്ഥയിൽ പോലും. നിങ്ങൾ പഠിക്കാൻ പോകുന്ന സാങ്കേതികത വ്യത്യസ്തമാണ്. അത് അഭാവത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, അത് പൂർണ്ണ സാന്നിധ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത് അടയാളങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അത് അവയെ സൃഷ്ടിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇതെല്ലാം എങ്ങനെ സജീവമാക്കാമെന്ന് നിങ്ങൾ കണ്ടെത്തും. കാൾ ജങ് അതിനെ കൂട്ടായ അബോധാവസ്ഥ എന്ന് വിളിച്ചു. നമ്മൾ എല്ലാവരും സ്ഥലത്തിനും സമയത്തിനും അപ്പുറം ബന്ധപ്പെട്ടിരിക്കുന്ന മനസ്സിന്റെ ആഴത്തിലുള്ള ഒരു തലം. നിങ്ങൾ ഒരാളെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുമ്പോൾ നിങ്ങൾ വെറുതെ സങ്കല്പിക്കുകയല്ല, നിങ്ങൾ ഒരു യഥാർത്ഥ സിഗ്നൽ അയക്കുകയാണ്. അതെവിടെ നിന്നാണ് വന്നതെന്ന് അവർക്കറിയില്ലെങ്കിലും അവരുടെ ശരീരത്തിന് അത് സ്വീകരിക്കാൻ കഴിയും. ആധുനിക ശാസ്ത്രം അത് സ്ഥിരീകരിക്കുന്നു. ഓരോ വികാരവും ഒരു ജൈവരാസമാറ്റത്തിന് കാരണമാകുന്നു. ഹൃദയം, തലച്ചോറ്, നാഡീവ്യൂഹം എന്നിവ പരിസ്ഥിതിയുമായി ഇടപഴകുന്ന അളക്കാവുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. തീവ്രവും കേന്ദ്രീകൃതവുമായ വികാരമുള്ള ഒരാളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ സിഗ്നൽ കൂടുതൽ ശക്തവും മൂർച്ചയുള്ളതും കൂടുതൽ തുളച്ചു കയറുന്നതുമായി മാറുന്നു. നെവിൽ ഗൊഡാർഡ് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രകടിപ്പിക്കുന്നില്ല, മറിച്ച് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ പ്രകടിപ്പിക്കുന്നു. നിങ്ങൾ എന്താണെന്ന് അളക്കുന്നത് അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് യഥാർത്ഥമായി തോന്നുന്നതിലൂടെയാണ്. നിങ്ങളുടെ ശരീരമാണ് താക്കോൽ. അത് ചിന്തിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ അതിൽ ജീവിക്കണം. അതിനാൽ നിങ്ങളുടെ ശരീരത്തിൽ അവൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ ഫീൽഡ് മാറുന്നു, നിങ്ങളുടെ വൈബ്രേഷൻ മാറുന്നു. അതൊരു പ്രതിധ്വനി സൃഷ്ടിക്കുന്നു. എന്തുകൊണ്ടെന്ന് അവർക്കറിയില്ലെങ്കിലും മറ്റേയാൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സൂക്ഷ്മമായ അനുരണനം. എവിടെ നിന്നോ വരുന്ന ഒരു ചിന്ത പോലെ, ഒരു ചിത്രം, ഒരു ഓർമ്മ, പെട്ടെന്നൊരു വികാരം. നിങ്ങൾക്ക് മാന്ത്രികത ആവശ്യമില്ല, നിങ്ങൾക്ക് യോജിപ്പ് ആവശ്യമാണ്. ചിന്ത, വികാരം, ശരീരം എന്നിവ വിന്യസിച്ചിരിക്കുന്നു. നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന രീതിയുടെ ജൈവശാസ്ത്രപരവും ഊർജ്ജസ്വലവും മനഃശാസ്ത്രപരവുമായ അടിത്തറ അതാണ്.
യഥാർത്ഥ വ്യായാമം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജ ചാനൽ തയ്യാറാക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ ഫീൽഡ് ഇളകിമറിയുകയോ ആശയക്കുഴപ്പത്തിലാകുകയോ പരസ്പര വിരുദ്ധമായ ചിന്തകൾ നിറഞ്ഞതാണെങ്കിൽ നിങ്ങൾ അയക്കുന്ന സിഗ്നൽ ദുർബലമായിരിക്കും. വ്യക്തത ഉള്ളിൽ ജനിക്കുന്നു. ആദ്യം കുറച്ചു മിനിറ്റ് നിങ്ങൾക്ക് തനിച്ചായിരിക്കാൻ കഴിയുന്ന ഒരു നിമിഷം കണ്ടെത്തുക. നിങ്ങൾക്ക് പൂർണ്ണ നിശബ്ദതയോ ധൂപമോ ആവശ്യമില്ല. നിങ്ങൾക്ക് ശ്വസിക്കാനും അനുഭവിക്കാനും കഴിയുന്ന ഒരിടം മാത്രം. സുഖമായി ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. നിർബന്ധിക്കരുത്, അത് നിരീക്ഷിക്കുക. ഇടം സൃഷ്ടിക്കാൻ കുറച്ചു നിമിഷങ്ങൾ പോലും മതി. നിങ്ങളുടെ ചിന്തകളെ തടയാൻ ശ്രമിക്കരുത്. മേഘങ്ങൾ കടന്നുപോകുന്നത് പോലെ അവ ഒഴുകട്ടെ. സന്നിഹിതരായിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ നെഞ്ചിന്റെ മധ്യഭാഗത്ത് ഒരു കൈവയ്ക്കുക. അവിടെ ശ്വസിക്കുക. ഓരോ ശ്വാസവും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് ഒഴുകുന്നത് സങ്കല്പിക്കുക. ഈ വൈകാരിക കേന്ദ്രം എല്ലാ ഉദ്ദേശ്യങ്ങളെയും വർദ്ധിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ സ്വാഭാവികമായ ആംപ്ലിഫയർ ആണ്. എല്ലാ യഥാർത്ഥ ആഗ്രഹങ്ങളും ഇവിടെ ആരംഭിക്കുന്നു. തുടർന്ന് നിർണായക നിമിഷത്തിൽ ഉപയോഗിക്കാൻ ഒരു ലളിതമായ ആംഗ്യ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ നെഞ്ചിൽ സ്പർശിക്കുക, കൈകൾ കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റിയിൽ സൗമ്യമായി തടവുക. ഇത് നിങ്ങളുടെ ശാരീരിക ആങ്കർ ആയിരിക്കും. നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോഴെല്ലാം നിങ്ങൾ സക്രിയമാക്കാൻ പോകുന്ന അവസ്ഥ നിങ്ങളുടെ ശരീരം ഓർമ്മിക്കും. ചിന്ത, ഹൃദയം, ശരീരം എന്നിവ വിന്യസിക്കുമ്പോൾ യോജിപ്പുണ്ടാകുന്നു. യോജിപ്പിൽ നിന്ന് സിഗ്നൽ വരുന്നു. ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രക്ഷേപണം ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ നിങ്ങളുടെ ചാനൽ തുറന്നിരിക്കുന്നതിനാൽ സിഗ്നൽ സക്രിയമാക്കാനുള്ള സമയമാണിത്. ഈ വ്യായാമം 33 സെക്കൻഡ് മാത്രമേ നീണ്ടു നിൽക്കൂ. പക്ഷേ അതിന്റെ ഫലം മണിക്കൂറുകളോളം, ദിവസങ്ങൾ പോലും നീണ്ടു നിൽക്കും. ഏക വ്യവസ്ഥ പൂർണ്ണ സാന്നിധ്യമാണ്. പ്രതീക്ഷകളില്ല, തിരക്കില്ല. നിങ്ങൾ, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ഉദ്ദേശ്യം എന്നിവ മാത്രം. ആദ്യഘട്ടം, അവൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കൃത്യമായ നിമിഷം. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഒരു ലളിതമായ ദൈനംദിന രംഗം സങ്കല്പിക്കുക. അവൻ എവിടെയോ ഇരിക്കുന്നു, പക്ഷേ കാപ്പി കുടിക്കുന്നു, ലാപ്ടോപ്പിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നു. പെട്ടെന്ന് ഒരു യുക്തിസാധാരണമായ കാരണമില്ലാതെ അവന്റെ മനസ്സിൽ നിങ്ങളുടെ ഒരു ചിത്രം പ്രത്യക്ഷപ്പെടുന്നു. ഒരു വിശദാംശം, നിങ്ങളുടെ ശബ്ദത്തിന്റെ ശബ്ദം, നിങ്ങളുടെ പുഞ്ചിരി, നിങ്ങൾ ഒരിക്കൽ പറഞ്ഞ ഒരു വാചകം. എന്തുകൊണ്ടെന്നറിയാതെ അവൻ താൽക്കാലികമായി നിർത്തുന്നു. കാരണം നിങ്ങൾ അവിടെയുണ്ട്. ശാരീരികമായിട്ടല്ല, മറിച്ച് അവന്റെ മനസ്സിലാണ്, അവന്റെ ഊർജത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ശാരീരിക ആംഗ്യത്തെ സക്രിയമാക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുക, കൈകൾ ചേർക്കുക, അല്ലെങ്കിൽ നെറ്റിയിൽ തടവുക. അത് ഉദ്ദേശത്തോടെ ചെയ്യുക. ആ ആംഗ്യം നിങ്ങളുടെ സിഗ്നലിനുള്ള സ്വിച്ച് ആണെന്ന് പോലെ ചെയ്യുക. നിങ്ങൾ അത് ചെയ്യുമ്പോൾ സങ്കല്പിക്കരുത്, അനുഭവിക്കുക. നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ മാറുന്നത് അനുഭവിക്കുക. നിങ്ങളുടെ നെഞ്ചിലെ ചൂട് അനുഭവിക്കുക. അതെ, അവൻ ഇപ്പോൾ എന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന ആ വൈബ്രേഷൻ അനുഭവിക്കുക. രണ്ടാം ഘട്ടം, ഉയർന്ന വികാരം. ഇനി ആ രംഗം ശക്തവും എന്നാൽ പ്രകാശമുള്ളതുമായ ഒരു വികാരവുമായി ബന്ധിപ്പിക്കുക. കൃതജ്ഞത, ശാന്തമായ സന്തോഷം, ആഴത്തിലുള്ള ആത്മവിശ്വാസം. നിങ്ങൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഇതിനകം ചലനത്തിലായ ഒന്നിന് നിങ്ങൾ നന്ദി പറയുന്നു. നിശബ്ദമായി നിങ്ങളോട് തന്നെ ആവർത്തിക്കുക, ഞാൻ അവന്റെ ചിന്തകളിലാണ്. എനിക്കത് വേണ്ടതുകൊണ്ടല്ല, മറിച്ച് എനിക്കത് അനുഭവിക്കുന്നത് കൊണ്ടാണ്. അവൻ എന്റെ ഊർജം അനുഭവിക്കുന്നു, അവനത് തിരിച്ചറിയുന്നു. ഞാൻ പിന്തുടരുന്നില്ല, ഞാൻ പുറപ്പെടുവിക്കുന്നു, എനിക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ ശരീരം അതെത്രത്തോളം വിശ്വസിക്കും തോറും നിങ്ങളുടെ ഫീൽഡ് കൂടുതൽ മാറുന്നു. നിങ്ങളുടെ ഫീൽഡ് മാറുമ്പോൾ യാഥാർത്ഥ്യം അതിനെ പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുന്നു. മൂന്നാം ഘട്ടം, ഊർജ്ജസ്വലമായ അടച്ചുപൂട്ടൽ. ഇപ്പോൾ പ്രതിച്ഛായ ഉപേക്ഷിക്കുക. അതടയ്ക്കരുത്. സൂര്യനിലെ മൂടൽമഞ്ഞ് പോലെ അത് അലിഞ്ഞു പോകാൻ അനുവദിക്കുക. ഒരാഴത്തിലുള്ള ശ്വാസമെടുക്കുക. പതുക്കെ ശാരീരിക ആംഗ്യങ്ങൾ പുറത്തുവിടുക. ഉള്ളിൽ മന്ത്രിക്കുക, എന്റെ സിഗ്നൽ അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നിടത്തേക്ക് പോകട്ടെ. ഞാൻ ഒരു പ്രതികരണത്തിനായി നോക്കുന്നില്ല, അത് സ്വീകരിക്കാൻ ഞാൻ തുറന്നിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ തുറക്കുക. ശ്വസിക്കുക. നിങ്ങൾ ഒരു അദൃശ്യവും എന്നാൽ യാഥാർത്ഥ്യവുമായ ആശയവിനിമയം സജീവമാക്കി. മനസ്സിനത് വിശദീകരിക്കാൻ കഴിയാത്തപ്പോഴും ഹൃദയം മനസ്സിലാക്കുന്ന ഒരു ഭാഷ. നിങ്ങൾ ശക്തമായ ഒരു സിഗ്നൽ അയച്ചു, എന്നാൽ ഇപ്പോൾ ഏറ്റവും സൂക്ഷ്മമായ ഭാഗം വരുന്നു. അത് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. കാരണം ശ്രദ്ധിക്കാതെ തന്നെ നിങ്ങൾ സൃഷ്ടിച്ചതിൽ ഇടപെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് വ്യായാമത്തിനു ശേഷമുള്ള ആദ്യപടി ലളിതവും എന്നാൽ നിർണായകവുമായത്. ആരോടും അതിനെക്കുറിച്ച് സംസാരിക്കരുത്. അംഗീകാരം നേടാൻ അത് പങ്കിടരുത്. അത് പ്രവർത്തിച്ചോ എന്ന് കാണാൻ വിശകലനം ചെയ്യരുത്. ആ നിമിഷം ഒരു പവിത്ര രഹസ്യമായി ഉള്ളിൽ സൂക്ഷിക്കുക. ഇപ്പോൾ നട്ട ഒരു വിത്ത് പോലെ അത് വളരുന്നുണ്ടോ എന്ന് കാണാൻ നിങ്ങൾ അത് ഓരോ മണിക്കൂറിലും കുഴിച്ചെടുക്കില്ല. നിശബ്ദത വിശ്വാസത്തിന്റെ ഒരു രൂപമാണ്.
നിങ്ങൾക്ക് ഇതിനകം തോന്നുന്നതിനാൽ നിങ്ങൾക്ക് തെളിവ് ആവശ്യമില്ലെന്ന് ഇത് സ്ഥിരീകരിക്കുന്നു. ഇപ്പോൾ ബന്ധം നിർബന്ധിക്കാതെ നിലനിർത്താൻ 3 ഉപകരണങ്ങൾ ഇതാ. 1. ദിവസം മുഴുവൻ വ്യായാമത്തിൽ നിന്നുള്ള ശാരീരിക ആംഗ്യങ്ങൾ ആവർത്തിക്കുക. എന്നാൽ ഇത്തവണ ഇതിനകം സജീവമായത് വീണ്ടും സ്ഥിരീകരിക്കാൻ മാത്രം എന്തെങ്കിലും സൃഷ്ടിക്കരുത്. അത് നിങ്ങളുടെ ആന്തരിക ചിഹ്നമാണ്. ആ ആവൃത്തിയിലേക്ക് മടങ്ങാൻ 1 സെക്കൻഡ് മതി. നടക്കുമ്പോഴോ മുഖം കഴുകുമ്പോഴോ സംഗീതം കേൾക്കുമ്പോഴോ ക്രമരഹിതമായ നിമിഷങ്ങളിൽ ഇത് ഉപയോഗിക്കുക. 2. നിഷ്പക്ഷ ചിന്ത. ഞാൻ എന്നെ സ്നേഹിക്കുന്നു പോലുള്ള അമിതമായി നിർബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ ശരീരം ഇതുവരെ അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പകരം ഈ വാചകം ഉപയോഗിക്കുക: സിഗ്നൽ അയച്ചു, ഇപ്പോൾ ഊർജം അതിന്റെ ജോലി ചെയ്യുന്നു. ഇത് ലളിതമാണ്. ഇത് സംഘർഷം സൃഷ്ടിക്കുന്നില്ല. അതൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇത് ചാനൽ തുറന്നതും വൃത്തിയുള്ളതുമായി സൂക്ഷിക്കുന്നു. 3. തുറവിന്റെ ശ്വാസം. ദിവസത്തിലൊരിക്കൽ കണ്ണുകൾ അടച്ച് ഹൃദയത്തെ സ്പർശിച്ച് 3 ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. ഒന്നും നേടാനല്ല, ലഭ്യമാകാൻ വേണ്ടി മാത്രം. ഞാൻ പിന്തുടരുന്നില്ല, എനിക്ക് ലഭിക്കുന്നു എന്ന് പറയുന്ന രീതിയാണിത്. നിങ്ങൾ ശക്തമായ ഊർജ്ജസ്വലമായ ജോലി ചെയ്തു, എന്നാൽ എല്ലാം തടയുന്ന 3 സാധാരണ തെറ്റുകളുണ്ട്. വ്യായാമം നിർബന്ധിതമായി ആവർത്തിക്കുന്നത്. ദിവസത്തിൽ പലതവണ ചെയ്യുന്നത് അവിശ്വാസം കാണിക്കുന്നു. അത് പോരാ എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങളുടെ ശരീരം ആവശ്യപ്പെടുമ്പോൾ മാത്രം അത് ചെയ്യുക. നിങ്ങളുടെ മനസ്സ് ഭയപ്പെടുമ്പോഴോ സംശയിക്കുമ്പോഴോ അല്ല. നിരന്തരം അടയാളങ്ങൾക്കായി തിരയുക. അവന്റെ കഥകൾ പരിശോധിക്കുക. ഓരോ മണിക്കൂറിലും സന്ദേശങ്ങൾക്കായി കാത്തിരിക്കുക. ആവൃത്തി തകർക്കുന്നു. നിങ്ങൾ ശ്രദ്ധ തിരിക്കുമ്പോഴും കേന്ദ്രീകൃതവും തുറന്നതുമായിരിക്കുമ്പോഴും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോഴും കണക്ഷൻ നന്നായി പ്രവർത്തിക്കുന്നു. ഊർജം ഏകീകരിക്കാൻ നിശബ്ദത ആവശ്യമാണ്. വളരെ നേരത്തെ പങ്കിടുന്നത് അതിനെ ദുർബലപ്പെടുത്തുകയും നിങ്ങളുടെ വിന്യാസത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ സൃഷ്ടിച്ചത് സംരക്ഷിക്കുക. നിശബ്ദത, വിശ്വാസം, സാന്നിധ്യം. അവനെ പിന്തുടരാതെ അവനെ എങ്ങനെ അനുഭവിക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഒരാഴത്തിലുള്ള ബന്ധം സജീവമാക്കിയിരിക്കുന്നു. അവനത് സ്ഥിരീകരിച്ചതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ശരീരത്തിൽ അത് അനുഭവിച്ചതുകൊണ്ടാണ്. അതാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. തെരഞ്ഞെടുക്കപ്പെടാൻ കാത്തിരിക്കരുത്. എല്ലായ്പ്പോഴും സ്വയം തെരഞ്ഞെടുക്കുക. ഒരു സ്ത്രീ സ്വയം തെരഞ്ഞെടുക്കുമ്പോൾ മറ്റൊരാൾ അത് അനുഭവിക്കുന്നു. അയാൾക്ക് മനസ്സിലായില്ലെങ്കിലും ഊർജം കള്ളം പറയാത്തതിനാൽ അയാൾക്കത് അനുഭവപ്പെടുന്നു. അതിന് വിശദീകരണം ആവശ്യമില്ല. അത് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണർത്തിയാൽ ഒരു ലൈക്ക് ഇടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഓണാക്കുക. അടുത്ത വീഡിയോയിൽ കൂടുതൽ പരിവർത്തനാത്മകമായ മറ്റൊരു ശക്തമായ പരിശീലനത്തിലൂടെ ഞാൻ നിങ്ങളെ നയിക്കും.